ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ടൊക്കെ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. കാരണം വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഒരു ഈവനിങ്ങിന് വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈവനിങ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ എന്താ ഞാൻ ഇവള് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവള് വരാൻ നേരത്തേക്കൊന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇവള് പറയണത് ഇവൾക്ക് എന്താ പറയുക പായസം കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു പായസത്തിനുള്ളത് എന്താണെന്ന് വെച്ചാൽ കടയിൽ പോയി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പകുതി വരെ നടന്നു പോയ ആൾക്കാരാട്ടോ. തിരിച്ച് ഞങ്ങൾ കടയിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് പായസത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ചോക്കി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ചോക്കിയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പം ഞാനിത് സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പം അതിലിപ്പോൾ നെയ്യിനും പാലിനും അതുപോലെ തന്നെ സേമിയത്തിനൊക്കെയാണ് ഇപ്പോൾ അധികം പൈസ ഇട്ടുള്ളത്. ബാക്കി നമ്മളുടെ എന്താ പറയുക അണ്ടിപ്പരിപ്പാണെങ്കിലും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ആണെങ്കിലും അതുപോലെ നമ്മളുടെ ഏലക്കായും ആണെങ്കിലൊക്കെ അധികം കാശൊന്നും നമുക്ക് ആയിട്ടില്ല. 10 രൂപയുടെ ഓരോ ചെറിയ പാക്കറ്റുകളാണ് കേട്ടോ വാങ്ങിയത് ഞാൻ. അപ്പോൾ നമ്മുടെ സേമിയ വറുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ എന്താ പറയുക ഏലക്കായും ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും വറുത്തില്ലല്ലോ എന്ന്. അപ്പം എന്നാൽ അത് വറുത്തെടുത്തിട്ടാവാം സേമിയ വറുക്കലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം അതിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്ത് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് കേട്ടോ വറുത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഈ ഒരു രീതിയിലാണോ സേമിയ പായസം ഉണ്ടാക്കുക ചോദിച്ച് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ ഒരു രീതിയാണ് പരീക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ കൂടുതലൊന്നും പരീക്ഷിക്കാനും കാര്യങ്ങൾക്കായിട്ടൊന്നും നിന്നില്ല. അപ്പോൾ അത് നമ്മളുടെ മുന്തിരിയാണ് കേട്ടോ വറുത്തെടുത്തത്. ഇപ്പോൾ ഇനി അടുത്ത് നമ്മുടെ മറ്റേ എന്താ പറയുക ഏലക്കായ ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ബാക്കി നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പായസം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പായസത്തിന് നല്ലൊരു മണവും കാര്യങ്ങളും നെയ്യുടെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് നമ്മളുടെ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ തന്നെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ഒരു കളർ ഒരു ബ്രൗണൊക്കെ ഒരു കളർ പോലെ ആവില്ല, ഒരു മെറൂണോ ബ്രൗണോ ഒക്കെ ഒരു കളറാവുമല്ലോ. എനിക്കങ്ങനെ ആവണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു കളർ ചേഞ്ച് ആയിട്ട് അപ്പോൾ ഒരു ഗോൾഡൻ്റെ ഒക്കെ ഒരു പോലെയുള്ളൊരു കളറായിട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു കളറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യമായ ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഉണക്കമുന്തിരി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്, ഏലവും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേമിയ ഇവിടെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ പാല് തിളപ്പിക്കണം. പാലും പഞ്ചസാരയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചെടുക്കണത്. എനിക്ക് ഈ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാട് പൈസ ആയാലെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയായാലും ഒരു മിൽക്ക് മെയ്ഡ് വാങ്ങിക്കണമെങ്കിൽ ചെറുതാണെങ്കിലും ഒരു 60-65 റുപ്യ കൊടുക്കണം. അപ്പം പിന്നെ വെറുതെ വേണ്ട. അപ്പം നമ്മൾ ചെറുതായിട്ട് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ലേ, അതിനിപ്പോൾ ഒരുപാട് പൈസ മുടക്കിയിട്ടൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ആഗ്രഹത്തിന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ പാല് തളിച്ചപ്പോൾ നമ്മൾ സേമിയൊക്കെ ഇട്ടുകൊടുത്ത് അത് വേവിച്ചെടുത്തു. പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ വറുത്ത് കോരി എടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പൂമ്പാറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. കഴിച്ചോളൂ, കഴിക്കാൻ തന്നെയാണ്, കളയാതെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. സാരില്ല, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായോ?
ഇങ്ങോട്ട് നോക്കാം അമ്മേനെ നോക്കിയാ ഒന്നുമില്ല. ഇന്നത്തെ വിശേഷം ഇതായിരുന്നു. നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.